അനന്തപുരിയിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലബിംബവും 30 പരിവാര ദേവതകളുടെ ബിംബങ്ങളും നവീകരിക്കുകയാണ്. 270 വർഷങ്ങൾക്ക് മുമ്പാണ് മൂലബിംബവും പരിവാര ദേവതകളെയും നിർമ്മിച്ചത്. കാലക്രമേണ ഉണ്ടായ ന്യൂനതകൾ പരിഹരിക്കാനാണ് നവീകരണം. ഫെബ്രുവരി 20-ന് കരാറിൽ ഒപ്പിടും. സർ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി, രാജകുടുംബത്തിൻ്റെ പ്രതിനിധി. അപ്പോൾ എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡുകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാര്യങ്ങൾ നടക്കുന്നു. അതായത് ഈ പൊളിറ്റിക്കലി അപ്പോയിന്റഡ് എന്ന് പോലും ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം ഇതിൽ നിരന്തരമായി കോടതിയുടെ ഒരു നിരീക്ഷണവും ഉണ്ട്. തീർച്ചയായും ഹൈക്കോടതിക്ക് ഒരു ദേവസ്വം ബെഞ്ച് ഉണ്ടെങ്കിലും ദേവസ്വം ബെഞ്ചിന്റെ ജോലി ദേവസ്വം ബോർഡ് നടത്തിപ്പല്ല. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇടപെടാമെന്ന് മാത്രം. എന്തൊക്കെ പറഞ്ഞാൽ ഹൈക്കോടതി ഇടപെടലിന് ശേഷമാണ് ഒരു ചെറിയ പേടി വന്നതെന്ന് പറയാം. പക്ഷെ അതിനിടയിലും മറ്റു ചില കടത്തലുകൾ നടന്നു എന്നുള്ളത് മറ്റൊരു വശം. പക്ഷെ ഇത് ഈ നോക്കൂ, നമ്മുടെ ഭക്തരും ഭക്തജനങ്ങളുടെ താല്പര്യത്തിനായി പ്രവർത്തിക്കുന്നവരും പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? ഭക്തരാണ്, വിശ്വാസികളാണ്. അപ്പോൾ അവരുടെ പ്രതിനിധികളടങ്ങുന്ന ഒരു സംവിധാനമാകണം ക്ഷേത്ര ഭരണം. ആ വാക്കും ശരിയല്ല, നടത്തിപ്പ് ഇവർ ഭരിക്കാൻ വരുന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു നല്ല മാതൃകയാണെന്ന് തോന്നുന്നു. തീർച്ചയായും ജുഡീഷ്യറിയുടെ ഒരു പ്രതിനിധി, അഡ്മിനിസ്ട്രേഷനിൽ നിന്നൊരു പ്രതിനിധി, സംസ്ഥാനത്തിൻ്റെ പ്രതിനിധി, കേന്ദ്രത്തിൻ്റെ പ്രതിനിധി, രാജകുടുംബം, ഈ ശ്രീപത്മനാഭന്റെ മുന്നിൽ രാഷ്ട്രവും രാജ്യവും സ്വത്തുക്കളും സമർപ്പിക്കപ്പെട്ട വർമ്മയുടെ പിൻഗാമികളുടെ വിനീഷിലേക്ക് പോകാം. വിനീഷ്, എന്താണ് ഇതിനുള്ളൊരു സാഹചര്യം? കാലപ്പഴക്കം മൂലം വന്ന കേടുപാടുകൾ പരിഹരിക്കാനാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. കടുശർക്കര യോഗം എന്ന് പറയുന്നൊരു കൂട്ടുകൊണ്ടാണ് ശ്രീപത്മനാഭസ്വാമിയുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ 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 സങ്കീർണമായ ഒരു ഔഷധക്കൂട്ടാണിത്, വെറും കൂട്ടല്ല. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇതിലെ ആചാരപരമായ ചടങ്ങുകൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവിടെ നിന്ന് പറയാൻ കഴിയുന്നത്? വിനീഷ്, നമസ്തേ. നമസ്തേ പ്രദീപുള്ള, ശ്യാംബാബു. എന്തായിരുന്നാലും നല്ലൊരു സുപ്രഭാതം. ഒപ്പം എടുത്തു പറയേണ്ടത്, പത്മനാഭ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അനന്തപത്മനാഭൻ്റെ മണ്ണിൽ തിരുവനന്തപുരംകാരുടെ ഒരു അഹങ്കാരം എന്ന് തന്നെയാണ് അനന്തപത്മനാഭനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക. ഒപ്പം 275 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന, അല്ലെങ്കിൽ പ്രതിഷ്ഠ ചെയ്തു എന്ന് കരുതപ്പെടുന്ന പത്മനാഭസ്വാമിയുടെ മൂലബിംബവും 30 പരിവാരങ്ങളുടെയും ദേവതകളുടെയും ബിംബങ്ങൾ നവീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാലപ്പഴക്കം മൂലം ചില തോതിൽ ചില തരത്തിലുള്ള ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. അതിനെ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ നിരവധി തവണ അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ആചാരന്മാരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ, ക്ഷേത്ര തന്ത്രിയുടെ പരിശോധനകൾ, ഇവയൊക്കെ നടന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെയൊക്കെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ തീരുമാനത്തിലേക്ക് പോകുന്നത്. ഒപ്പം ഇത് നേരത്തെ പ്രത്യേകിച്ച് പ്രതിപുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ കടുശർക്കര യോഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക കൂട്ടാണ്. ഈ മൂലബിംബങ്ങൾക്ക് ആചാരങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ബിംബങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന പ്രത്യേക ഒരു താന്ത്രിക വിധി പ്രകാരം തയ്യാറാക്കുന്ന കടുശർക്കര യോഗം എന്ന് നമുക്കതിനെ പറയാം. അത് ക്ഷേത്ര ദേവീ വിഗ്രഹങ്ങളിൽ നിർമ്മിക്കുന്നതിനുള്ള, ദേവവിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അതിവിശിഷ്ടവും അപൂർവവുമായ ഒരു ശാസ്ത്രീയ രീതിയാണ്. അഷ്ടബന്ധം പോലുള്ള പ്രത്യേക ഔഷധക്കൂട്ടുകൾ, മണ്ണ്, രത്നം, ലോഹം എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ വിഗ്രഹങ്ങൾ അന്തിമ പ്രതിഷ്ഠ നടത്തേണ്ട സ്ഥലത്തു വച്ചു തന്നെ നിർമ്മിക്കണം എന്നതാണ്. ഏകദേശം ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രത്യേകിച്ച് നവീകരണവുമായി ബന്ധപ്പെട്ട മൂലബിംബങ്ങളുടെയൊക്കെ നവീകരണം, ഒപ്പം തന്നെ ദേവതകളുടെ ബിംബങ്ങളുടെ നവീകരണം ഉൾപ്പെടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഈ കടുശർക്കര യോഗം അത് ആ സ്ഥലത്ത് വച്ച് തന്നെ നിർമ്മിച്ചുകൊണ്ട്, വിവിധ ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് തന്നെയാണ് നടത്തുന്നത്. ഇതിനായി സമയം എന്നുദ്ദേശിക്കുന്നത് ഏകദേശം 3.5 വർഷ കാലാവധി കൊണ്ട് ഇതിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ 2017
സുപ്രീം കോടതിയുടെ തന്നെ വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് തന്നെയാണ് മൂലബന്ധത്തിൻ്റെ പരിവാര ദേവതകളുടെയും ന്യൂനതകൾ കണ്ടെത്തിയിരുന്നത്. ആ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശില്പിയുടെ ഒരു അഭാവം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് പുതിയ ശില്പിക്ക് ഇതിൻ്റെ ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു കരാർ ഒപ്പിടുകയാണ്. പ്രത്യേകിച്ച് ഇത് വളരെ ആചാരപരമായി നടത്തേണ്ട ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രമീകരിച്ച് നടത്തേണ്ട ഒരു പൂജാവൃതിയാണ് എന്ന് തന്നെയാണ് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആചാരപരമായി ഏറ്റവും പവിത്രമായി കണ്ടുകൊണ്ട് തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 205 വർഷം മുമ്പ് നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രയുടെ മൂലബിംബവും 30 പരിവാര ദേവതകളുടെയും ബിംബങ്ങളുടെ നവീകരണം ഉടനെ നടക്കുന്നത്. അതിൻ്റെ ശില്പിയുടെ അഭാവം 2017 അത് പരിഹരിച്ചുകൊണ്ട് പുതിയ ശില്പിയെ കണ്ടെത്തിക്കൊണ്ട് അവരുമായി കരാർ ഒപ്പിടുന്ന ചടങ്ങാണ് ഈ വരുന്ന ഫെബ്രുവരി 20 നടക്കാൻ പോകുന്നത്. എന്തായിരുന്നാലും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നു. ഈ ഒരു നവീകരണം നടക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായി തന്നെ ഭക്തർക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിച്ച് ദർശനത്തിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. പക്ഷേ ചില ക്രമീകരണങ്ങൾ ഈ ഒരു നവീകരണം നടക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ക്ഷേത്ര ക്ഷേത്ര പത്മനാഭസ്വാമി ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. പ്രദീപ് പിള്ള, ഒരു ദീർഘ നാളത്തെ ഒരു പ്രോസസ്സ് അല്ലേ? 3.5 വർഷം എടുക്കും. വർഷത്തെ വളരെ ശരിക്കും ഇത് വളരെ രസമാണ് ഇത് പറയാൻ. ഞാനിത് ഇത്രയും പറയാൻ കാരണം ഈ ബി നിലവറ, എ നിലവറ, ഈ നിലവറ വിവാദങ്ങൾ വന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് കുറച്ചധികം ഇത് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ 10-20 വർഷം മുമ്പ് ലക്ഷദ്വീപവും മുറജപവും റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു ഞാൻ. ആ സമയത്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രി അടക്കമുള്ളവർ, അവിടുത്തെ നമ്പിയുമായും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞത്. MG ശശിഭൂഷൺ സാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഇതേക്കുറിച്ച് വിശദമായി പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്നുള്ള ആ പുസ്തകത്തിൽ ഉണ്ട്. ഒപ്പം ഇതെങ്ങനെയാണ് നിർമ്മിച്ചതെന്നും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അന്നാണ് പഠിച്ചത്. അന്നാണ് ഈ കടു ശർക്കര യോഗ. അന്ന് വരെ ഞാൻ ധരിച്ചിരുന്ന അത് കല്ലിൽ തീർത്ത് കൃഷ്ണശിലയിലോ കരിങ്കല്ലിലോ ഒക്കെ കൊത്തിയെടുത്ത വിഗ്രഹത്തിൽ സ്വർണം ചാർത്തിയിരിക്കുന്നതാണ്. അത് കല്ലുമല്ല, ലോഹവുമല്ല, ഇതൊരു ഔഷധക്കൂട്ടാണെന്നുള്ളത് പിന്നെ പോയി കണ്ടു. രണ്ടാമത് നമ്മൾ ഈ പഴനിയിലെ വിഗ്രഹം പറയാറില്ല, ഭോഗർ പ്രതിഷ്ഠിച്ചത് ഇതുപോലെ ഒരു വിശേഷാൽ ഔഷധക്കൂട്ട് വിഗ്രഹത്തില്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെല്ലാം എത്ര വർഷം മുമ്പാണെന്നുള്ളതാണ്. എന്ത് പ്രോസസ്സ് ചെയ്യാനുള്ള എന്ത് മെഷീൻ ഉണ്ടായിരുന്നു? ഒന്നുമില്ല. സായിപ്പ് ഇപ്പോഴും ഗവേഷണം നടത്തുക. അല്ല, മുല്ലപ്പെരിയാർ ഡാം എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത് അവർ ഇപ്പോഴും ഗവേഷണം നടത്തി കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസവും വായിച്ചായിരുന്നു. അതായത് ഈ ഭാരതപ്പുഴയുടെ തീരത്തുള്ളൊരു പ്രത്യേക മണലാണ് ഇതിനെ ചേർക്കുന്നത് എന്നുള്ളൊരു പരാമർശം കണ്ടു.